വല്ലാഹി ഇവർ മുസ്ലിം അല്ല, അവർ നിസ്കരിക്കും, ഇത് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഈ ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഷോക്കൊന്നും ഉണ്ടായില്ല. കാരണം ഇവരിൽ പലരുടെയും വിശ്വാസങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നേരത്തെ നമുക്കറിയാം. പക്ഷേ ഷോക്കായത് ഇത്രതൊക്കെ തുറന്നു പറയാൻ ഇവർ കാണിക്കുന്ന ഈ തൊലിക്കട്ടി ഉണ്ടല്ലോ. എന്തർത്ഥത്തിലാണ് ഇവർ ഈ സുന്നികളെ മുഴുവനും കാഫിറുകളാക്കുന്നത്? കുത്തുബിയത്ത് ചൊല്ലുന്ന ആളുകൾ കാഫിറുകളാണത്രേ. ഒരമ്പലത്തിൽ കയറി സ്വാമിയുടെ പിന്നിൽ നിസ്കരിക്കണ പ്രതീതിയാണ് അങ്ങനെ എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഏതായാലും ഈ ഒരു ചുഴലി എന്നു പേരുള്ള ഈ ഒരു ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ കുറച്ചു ഭാഗം ഒന്ന് കേൾക്കാം. ഗാഫറാക്കുന്നത് മുസ്ലിമിയാണ്, മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോക്കും. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല, അവർ നിസ്കരിക്കും. ഇതാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പുവറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്, ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്. ഒരല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കോ? മുജാഹിദായാലും ജമാഅത്തായാലും സുന്നികളായാലും, ഇനി സുന്നികൾ തന്നെ ഏതൊക്കെ ബ്രാക്കറ്റ് സുന്നികളാണെങ്കിലും, മുജാഹിദ് തന്നെ 900 മുജാഹിദ് വിഭാഗക്കാരൻ, ഇവരൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ശരാശരി മനുഷ്യരാണ്, വിശ്വാസികളാണ്. ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അതിൽ തീരാവുന്നതേ ഉള്ളൂ എന്നുള്ളത് മറ്റേ മുണ്ടക്കയിലെയും ചൂരൽമലയും അനുഭവം നമ്മുടെ മുന്നിൽ സാക്ഷിയാണ്. എന്നിട്ട് ഓരോ വിശ്വാസക്കാരും ഓരോരുത്തരുടെ പള്ളിയിൽ വിശ്വസിച്ച് നീങ്ങുമ്പോൾ ഇവരൊക്കെ കാഫിറായിട്ട് മുദ്ര കുത്താൻ എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഫത്വ കിട്ടിയത്? പുതിയ പുതിയ ആയത്തിറങ്ങിയത്? കാരണം ഇവരൊക്കെ എങ്ങനെയാണോ നമ്മൾ കൂടെ കൂട്ടുക? ഇവരുണ്ടാക്കുന്ന ആ വീടുകളൊക്കെ എന്തുറപ്പിലാണ് വയനാട് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദുരിതബാധിതരെ വിശ്വസിച്ച് കയറ്റുക? ഇവരുടെ കണക്ക് പ്രകാരം ഇന്നമൽ മുശ്രിക്കൂൻ നജസുൻ, അതൊക്കെ ഫുൾ. അതിൽ നിന്ന് അർത്ഥം ശരിക്കും ഖുർആൻ പഠിക്കേ. നജസിന്റെ അർത്ഥം നമ്മൾ ഈ കാണുന്ന നജസ് മാലിന്യം ഒന്നല്ല. അതിനാദ്യം ഖുർആന് ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കണം. ഈ ഒരു പരിഭാഷ നോക്കി വായിച്ചാൽ പോരാ. നജസ് എന്ന വാക്കിന്റെ പരിഭാഷയിൽ മാലിന്യം എന്നൊരു അർത്ഥം ഉണ്ട് എന്ന് കരുതിയിട്ട് അതങ്ങോട്ട് നോക്കി വായിച്ചാൽ ഇതുപോലെയുള്ള പുലഭ്യങ്ങൾ പറയാൻ കഴിയും. ഇവർ പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ നേതാവായ പാണക്കാട് കുടുംബത്തിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ, സ്വാദിഖലി തങ്ങളുടെ പിന്നിൽ നിസ്കരിച്ചാൽ ഇതൊക്കെ എന്തായിട്ട് മാറും? മുശ്രിക്കീങ്ങളുടെ പിന്നിൽ നിസ്കരിച്ചതായിട്ട് മാറൂലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന സലഫി സുഹൃത്തുക്കളെ, മുജാഹിദുകാരെ, നിങ്ങൾ ഇതുപോലെയുള്ള ആളുകൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ അറിയാണ്ടിരിക്കാൻ എനിക്ക് കുറച്ച് മുജാഹിദ് സുഹൃത്തുക്കളുണ്ട്, മുജാഹിദുകാരായ സുഹൃത്തുക്കൾ. അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ ഈ മനുഷ്യനെ തള്ളിപ്പറയാണ്. ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റുന്ന സംഗതിയല്ല. ഇയാൾക്ക് തലക്ക് സുഖമില്ലാത്ത ആളാണെന്നാണ് അവർ പറയുന്നത്. ഞാൻ പണ്ട് മുജാഹിദുകാർ മടവൂർ വിഭാഗവും KNM വിഭാഗമൊക്കെ ആയിട്ട് പിരിഞ്ഞൊരു സമയമുണ്ടല്ലോ. ആ ഒരു കോഴിക്കോടൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഇവർ പിരിഞ്ഞൊരു സമയത്ത് ഇവരുടെ ഫസ്റ്റ് സമ്മേളനം വരുന്നത് എറണാകുളത്താണ്. എറണാകുളം മറ്റേ അവിടുത്തെ സ്റ്റേഡിയത്തിലാണ്. അങ്ങനെ എൻ്റെ നാട്ടിലുള്ള എൻ്റെ തൊട്ട അയൽപ്പക്കത്തുള്ള ഒരാൾ ആ വിഭാഗത്തിൻ്റെ നേതാവൊക്കെ ആയതുകൊണ്ട് ബസ്സിൽ എല്ലാവരും ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാനും പോയി. അപ്പോൾ മൂപ്പരിങ്ങനെ പറഞ്ഞു, ഫക്രു ആയോ, എനിക്ക് അവിടെ പോയിട്ട് പ്രസംഗങ്ങളൊക്കെ ഒരുപാട് സിമ്പോസിയങ്ങളൊക്കെ ഉണ്ട്, വ്യത്യസ്ത ചിന്താധാരയിലുള്ള വലിയ വലിയ എഴുത്തുകാർ വരുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ഒരു വായനാഭ്രാന്ത് കയറിയ ടൈം ആയതുകൊണ്ട് നമ്മൾ പോയപ്പോൾ ഇവിടുന്ന് മറ്റേ സുഹറാം അമ്പാട് പോലെയുള്ള അവരുടെ നേതാക്കന്മാരൊക്കെ അവരുടെ മോനൊക്കെ ആ ബസ്സിലാണ്. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ അങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു ബസ്സാണ് പോയി സമ്മേളനത്തിൽ പോയി. നല്ല ലക്ഷറി സമ്മേളനം കേട്ടോ. മുജാഹിദിന്റെ ആ സമ്മേളനത്തിൽ നല്ല ആധുനിക സൗകര്യങ്ങൾ, കിടന്നിട്ട് ഇങ്ങനെ കാണാം സമ്മേളനം, എല്ലായിടത്തും സ്ക്രീൻ. അപ്പൊ പൊതുവേ ഞാനങ്ങനെ സമ്മേളനത്തിന് സുന്നിയുടെ ആളിന് പോലില്ല. ആകെ നമ്മൾ പോയത് SSF പ്രവർത്തിക്കുന്ന കാലത്ത് കുറച്ച് മനുഷ്യ ഇന്ത്യ എന്നൊക്കെ വരുന്ന ഒരു പരിപാടിക്കൊക്കെ കോഴിക്കോട് പോയിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ഈ സമ്മേളനത്തിന് പോകണം, ഈ ആൾക്കൂട്ടങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ചെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച്, ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പൊ എവിടെയോ
കക്കൂസിൽ പോവുക. അപ്പോൾ കക്കൂസൊക്കെ നിർമ്മിതമായ കക്കൂസുകളുണ്ട്. നമുക്ക് അതൊന്നും പിടിച്ചില്ല. നമ്മളവിടെ താമസിക്കാനൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ ആദ്യം നോക്കാതാണ് ബാത്റൂമിൽ എങ്ങനെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു പ്രഭാഷണമാണ്, സുന്നികൾ മുഴുവനും കാഫിറുകളാണ്. ആ പ്രഭാഷണം നടത്തിയാൽ എനിക്ക് അറിഞ്ഞൂടാ. സുന്നികൾ മുഴുവൻ. ഇപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ സുന്നിയാണ്, ഞാൻ കാഫിറാണെന്ന് പ്രഖ്യാപിക്കാൻ ഈ മനുഷ്യൻക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്? എന്ത് അടിസ്ഥാനത്തിലാണ്? ഞാനാണെങ്കിൽ ഉള്ള സമയമൊക്കെ അവിടെ IPHന്റെ ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് ഉള്ള കായോടെ ഒക്കെ ബുക്ക് വാങ്ങി. കാരണം ഇനി അവിടെ ഭക്ഷണം അവിടെ ഫ്രീ ആണ്, തിരിച്ചുപോക്കും ഫ്രീ ആണ്. 10-15 രൂപ എങ്ങാനും ബാക്കി ഉണ്ടാകുള്ളൂ. ഞാനുള്ള വണ്ടിക്കൊരു ടിക്കറ്റ് എടുക്കാതെ ഗുരുവായൂർ വരെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഞാൻ ട്രെയിനിൽ കയറി ടിക്കറ്റ് കൊടുക്കാതെ ലോക്കലിൽ കയറിയിട്ട് ഗുരുവായൂർ വരെ എത്തി. ഗുരുവായൂരിൽ നിന്ന് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിരുത്തി, ബൈക്കേറ്റ് പോയോ, ഞാൻ അവിടുന്ന് വരികയാണ്. കാരണം നമ്മളെ കാഫിറാക്കിയിട്ട്. അപ്പം ഈ നയം, ഈ ചുഴലിപ്പി പറഞ്ഞ നയം, ഇത് ഇപ്പൊ ചുഴലിയുടെ അഭിപ്രായമല്ല, ഇത് പണ്ടേ ഇവരുടെ ഉള്ളിലെ അഭിപ്രായമാണ്. ഒന്നാമത് മറ്റൊരു വിഭാഗം മുസ്ലിമീങ്ങളെ കാഫിറാക്കിയിട്ടൊക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ഗൗരവപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അലി റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് അലി റളിയല്ലാഹുവിന്റെ ഒപ്പം നിന്ന് അവസാനം അലി റളിയല്ലാഹുവിനെതിരെ നീങ്ങിയ ഒരു വിഭാഗമാണ് ഖവാരിജുകൾ. ചരിത്രം അറിയുന്നവർക്കറിയാം, ഖവാരിജുകളുടെ വിശ്വാസ രീതികളൊക്കെ വളരെ ഡേഞ്ചറസ് ആയിരുന്നു. അഖീദയൊക്കെ വളരെ മോശമാണ്. അവർക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെയാണ്, അതല്ല ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശരിയല്ല, അലി റളിയല്ലാഹു അൻഹു ഈ ഒരു തഹ്കീം വരെ ഒക്കെയാണ്. അവിടുന്ന് അങ്ങോട്ട് ശരിയല്ല. 4 ഖലീഫമാരിൽ ചിലരെയൊക്കെ വിശ്വസിക്കുന്നു, ചിലരെ വിശ്വസിക്കാതിരിക്കുന്നു. ഇങ്ങനെ വളരെ മോശം രീതിയിലേക്ക് അവർ കാര്യങ്ങൾ മാറിയപ്പോൾ അവരെക്കുറിച്ചൊരു ഫത്വ ചോദിക്കാൻ ഇമാം അല്ലാന്റെ മറുപടി, അവർ ഇന്നലത്തെ മുസ്ലിങ്ങളും ഇന്നത്തെ തെറ്റുകാരുമാണ്, എന്നാലും അവരെ കാഫിറുകൾ എന്നൊരു പ്രയോഗം, അവർ കാഫിറുകളാണ്, ഫിഖിഹി അവർ കാഫിറുകളാണ്, വിശ്വാസപരമായിട്ടാണ്. പക്ഷെ അവർ ആ രീതിയിൽ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു മാറി. കാരണം അതൊരു മാതൃകയായി മാറണ്ട എന്ന് കരുതിയിട്ട്. ഇത് ഏതെങ്കിലും ഒക്കെ ഒരു ത്വരീഖത്തിന്റെ ഭാഗമായിട്ട് സൂഫി മാർഗത്തിൽ പോയാൽ ഓനങ്ങോട്ട് കാഫിറാക്കി. അത് എൻ്റെ സംഘടനയിൽപ്പെട്ട ആളല്ലേ, പിന്നെ ഓനെ കാഫിറാക്കാൻ സുഖമാണ്. അപ്പൊ ഈ രീതിയിലാണ് ഇയാളൊക്കെ ഈ പ്രസംഗിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കേൾക്കൂലേ? ഇയാൾ ഇമാതിരി കാര്യങ്ങൾ വിളിച്ചു പറയണത് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇവരൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ടോ? ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന സലഫികൾ ഉണ്ടെങ്കിൽ, മുജാഹിദ് വിഭാഗക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് പറ, ഈ ഒരു ചുഴലി പറഞ്ഞ രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കുത്തുബിയത്ത് എന്താ? ഈ കുത്തുബിയത്തിലൊക്കെ ഒരു പ്രശ്നം, എല്ലാ കാര്യങ്ങളും അള്ളാഹു തന്നെയാണ് ചെയ്യേണ്ടത്, അള്ളാഹുയോട് മാത്രമേ ചോദിക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ അള്ളാഹ്ക്ക് പറ്റൂലേ? പിന്നെന്തിനാ അള്ളാഹ് പ്രവാചകന്മാരയച്ചത്? അള്ളാഹുവിന് ഇതിനൊക്കെ കഴിവുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് സ്വന്തമായിട്ട് നമ്മളോട് ക്ഷണിച്ചാൽ പോരെ. ഫക്രുവോ, ഈ ഇപ്പം ഇസ്ലാമിക്ക് വരണം, ഈ നബിക്കുണ്ട്, ഈ നബിമാരെ അയക്കാതെ അള്ളാഹ്ക്ക് ആ പണി കൊണ്ട് ഏറ്റെടുത്തൂടെ? മഴ പെയ്യിക്കാൻ എന്തിനാണ് ഈ മീഖായിലിനെ ഏൽപ്പിച്ചത്? സൂറെന്ന കാഹളത്തിൽ ഊതാൻ എന്തിനാണ് ഇസ്രാഫീലിനെ ഏൽപ്പിച്ചത്? വഹയ്യ് കൊണ്ട് അള്ളാഹ്ക്ക് നേരിട്ട് ചെയ്തുകൂടെ? അള്ളാഹ്ക്ക് കഴിവുള്ള. അപ്പൊ ഈ സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഒരു ഇടയാളന്മാരിലൂടെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനയുടെ കാര്യത്തിലും ചില രീതികൾ ചിലരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിച്ചത് കൊണ്ട് തെറ്റില്ല എന്നാണ് അഖീദ. ഇത് ഞാൻ എനിക്കെല്ലാ കാര്യവും അള്ളാഹ് നടത്തി തരാന്നുണ്ടെങ്കിൽ അള്ളന്നെ അങ്ങനെ ചെയ്യണില്ല. അതാ രസം. അള്ളാഹു തന്നെ, അള്ളാഹുവിന് ഇതിനൊക്കെ കഴിവുണ്ടെങ്കിലും അള്ളാഹു ഈ സംവിധാനങ്ങളൊക്കെ ഓരോരുത്തരിലൂടെ നടപ്പിലാക്കുന്നുള്ളൂ. പിന്നീട് എന്തിനാണ് ഈ അതിവിയോജിപ്പ്? വിശ്വാസപരമായിട്ട് വ്യത്യസ്ത ചിന്താഗതികളും ആശയങ്ങളൊക്കെ ഉണ്ടാവാം. ദയവ് ചെയ്ത് നിങ്ങളവരോട് മിണ്ടണ്ടെന്ന് പറഞ്ഞോളൂ. എത്രയോ സുന്നികൾ മുജാഹിദുകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, മുജാഹിദുകൾ സുന്നികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ കാഫിറുകളെയാണോ കല്യാണം കഴിച്ചത്? പോയി ചത്തൂടെ? ഞാൻ അത് ലാസ്റ്റ് കഥ ചോദിക്കാമല്ലോ, പോയി ചത്തൂടെ എന്നുള്ളത്. ഇതൊക്കെ എങ്ങനെയാണോ മനുഷ്യന്മാരായിട്ട് ഇവരൊക്കെ അംഗീകരിക്കാം? അപ്പൊ മുജാഹിദ് സുഹൃത്തുക്കൾ ഇത്തരം ചുഴലിമാരെ അംഗീകരിക്കുക. എല്ലാ മുജാഹിദുകാരും ഇങ്ങനെ അല്ലാന്ന് എൻ്റെ വിശ്വാസട്ടാ. ഞാൻ സംസാരിച്ച് നോക്കുമ്പോഴൊന്നും ഇയാളെ അത്ര അക്സെപ്റ്റ് ചെയ്യാത്ത മുജാഹിദുകാരെയാണ് എൻ്റെ സർക്കിളുകൾ. എല്ലാവരും അങ്ങനെ ഇപ്പം എല്ലാ മുജാഹിദുകാരെയും സംഘടനക്കാരെയും ഞാൻ വിളിച്ച മുജാഹിദുകാരനെ ഇത് സംഘടനക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരൊക്കെ അത്യാവശ്യം നല്ല മനുഷ്യരാണ്. അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ ഇതിനെ തള്ളിക്കളഞ്ഞു. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, ചൊല്ലിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഏതായാലും സലഫിസം എന്നുള്ളത് ലോകത്ത് തീവ്ര ആശയത്തിന് വിത്തിട്ടൊരു സാധനമാണ്. അതൊരു വലിയ ഡേഞ്ചറസ് ആണ് ഇതുപോലത്തെ സലഫികളാണെങ്കിൽ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.